നരസിംഹമൂർത്തിയുടെ മുമ്പിലേക്ക് വന്നു. സിംഹത്തെ എല്ലാവർക്കും ഭയമാണ്, എന്നാൽ സിംഹക്കുട്ടിക്ക് സിംഹത്തെ ഭയം ഉണ്ടാവാറില്ല. ആ പ്രഹ്ലാദ ബാലകനിത ഹിരണ്യകശിപുവിൻ്റെ മുൻപിൽ, ഹിരണ്യകശിപുവിൻ്റെ ആ വധമൊക്കെ കഴിഞ്ഞ സമയത്ത് സാക്ഷാൽ നരസിംഹമൂർത്തിയെ നരസിംഹസ്വാമിയാക്കി തീർത്തു. അന്നേരം ഉണ്ണിയാകും പ്രഹ്ലാദ ബാലകനോ ചെമ്മേ നടന്നു ചെന്നു കൈകൂപ്പി നിന്നു. ഉണ്ണിയെ കണ്ട നേരം തീപാറും കണ്ണിൽ നിന്നും ആനന്ദബാഷ്പമോറി ഉണ്ണിയെ ചേർത്തു നിർത്തി. ബാലരക്ഷ ചൊല്ലി ദേവൻ പ്രഹ്ലാദനു മുക്തമേകി കണ്ണീരാൽ ശുദ്ധനാക്കി വരമേകി അനുഗ്രഹിച്ചു. ശ്രീഹരേ എന്ന മന്ത്രം പാരാകെ ഉയർന്നു പൊങ്ങി. ശ്രീഹരി തൃപ്തനായി മായയായി മറഞ്ഞു ദേവൻ. അന്ന് ആ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് ലോകത്തിൽ ഭക്തന്മാരെ രക്ഷിച്ച് ഭഗവാൻ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ ഒരു ചക്രപുരം ദിവ്യമായ സന്നിധിയിൽ നരസിംഹസ്വാമി എവിടെയും പോകുന്നില്ല. നമ്മളെ എന്നും അനുഗ്രഹിച്ചുകൊണ്ട് നമ്മളാകുന്ന പ്രഹ്ലാദന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി വാത്സല്യനിധിയായിതാ ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നരസിംഹമൂർത്തിയുടെ ക്രോധമായ ഭാവത്തെ ഇല്ലാതാക്കി നരസിംഹസ്വാമിയായിട്ടുണ്ടെങ്കിലും ദുഷ്ടന്മാർ വരുന്ന സമയത്ത് ആ നരസിംഹസ്വാമിക്ക് നരസിംഹമൂർത്തിയാകാനും കഴിയും. എന്തായാലും നമുക്കൊക്കെ ജന്മാന്തര പുണ്യം കൊണ്ടൊരിക്കൽ കൂടി നരസിംഹാവതാര രംഗത്തിലിരിക്കാൻ സാധിച്ചു. ആ നരസിംഹസ്വാമിയുടെ കൃപ എല്ലാവർക്കും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താന്യായേന മാർഗേണ മഹിം മഹേശാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയർവാഭ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. പ്രഹ്ലാദപ്രിയ ശ്രീ നരസിംഹ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. പ്രഹ്ലാദപ്രിയ ശ്രീ നരസിംഹ ശരണം മേ തവ ചരണയുഗം. ഗോവിന്ദനാം സങ്കീർത്തനം. എല്ലാവരും ഒരു വരിയായി ഒന്ന് പ്രസാദം സ്വീകരിക്കുക. പാടുന്നു.